എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ കേരള ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ SSCRT കേരള ജോഗ്രഫിയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വരുന്നത് 2 ലെസൺ ആണ്. അതിൽ നാടറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതി, അതായത് ദുരന്ത നിവാരണം, ഈ 2 ലെസൺ ആണ്. ഇതുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 5ലെയും സ്റ്റാൻഡേർഡ് 8ലെയും 2 ലെസൺ ആണ് കേരള ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലും അതുപോലെ വേൾഡ് ജോഗ്രഫിയിലുമാണ് ഒരുപാട് ലെസൺസ് നമുക്ക് SSCRT പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് ഇന്ന് ഈ ലെസൺസ് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ രീതിയിലും നമുക്ക് പഠിച്ചു പോകാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തും താഴെ കമന്റ് ചെയ്തുകൊണ്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടും നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഒരു ഭൂരേഖ തന്നിട്ടുണ്ട് അല്ലെ, ഒരു രൂപരേഖ തന്നിട്ടുണ്ട്. അതിൽ ഒരു ഗ്രാമപഞ്ചായത്തിനെ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്നാണ് ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കൂ, കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. അപ്പോ ഈ രൂപരേഖയിൽ ഇവിടെ ഒരു രൂപരേഖ തന്നതില് ഏത് നദിയാണ് കാണിക്കുന്നതാണ് ചോദിച്ചത്. അപ്പൊ വാണിയംകുളം എന്ന് പറയുമ്പോൾ അത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, പാലക്കാട് ജില്ല. അപ്പോ നമുക്കറിയാം പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഏത് നദി വരും? ഭാരതപ്പുഴ എന്ന നദിയായിരിക്കും വരുന്നത് അല്ലെ. ഭാരതപ്പുഴ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അപ്പൊ അതിന്റെ ഒരു കൊടുത്തിട്ടുണ്ട് അവിടെ, മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം നോക്കുക. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് റെയിൽവേ ആണ് കേട്ടോ, റെയിൽവേ ലൈൻ ആണ് കേട്ടോ. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം റെയിൽവേ ആണ്. ഇനി അടുത്തത്, ഈ ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണ രീതി, ഗതാഗതം മുതലായവയെ ഈ ഭാരതപ്പുഴ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത് അല്ലെ. അപ്പൊ നദികൾ തന്നെയാണ് എല്ലാത്തിന്റെയും എന്താ പറയാ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അല്ലെ. ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. മനസ്സിലായോ? ഇനി കേരളത്തിന്റെ ഭൂപടം നിരീക്ഷിച്ചിട്ട് നമ്മുടെ നോട്ട് ബുക്കിലൊക്കെ കുറിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കേരളത്തിന്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് കേരളത്തിന്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ? 1 മലനാട്, പിന്നെ 2 ഇടനാട്, പിന്നെ ഏതാണ്? തീരപ്രദേശം. ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ. നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ്. 1 മലനാട് അല്ലെ, മലനാട് പറയുമ്പോൾ ഉയരമേറിയ പ്രദേശങ്ങൾ അല്ലെ, അതുപോലെ ഇടനാട്, പിന്നെ തീരപ്രദേശം. അപ്പൊ നമ്മള് ഭൂപ്രകൃതി വിഭാഗങ്ങൾ പറഞ്ഞു, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? എത്രയാ ഉയരം? എപ്പോഴും ചോദിക്കാറുണ്ട്. മലനാട്ടിന്റെ ഉയരം 75 മീറ്ററിന് മുകളിലാണ്. എല്ലാം 7, 5 എന്നുള്ളൊരു സംഖ്യയാണ്. മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിലാണെങ്കിൽ ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയാണ്. എല്ലാം ഓരോന്നായിട്ട് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. മലനാട് 75 മീറ്ററിന് മുകളിൽ, ഇടനാടാണെങ്കിൽ 75 മീറ്റർ താഴെ അല്ലെ, അതായത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. തീരപ്രദേശമാണെങ്കിൽ ആ 7.5 മീറ്റർ താഴെയാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ് കേട്ടോ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തമിഴ്നാട്, കർണാടക സംസ്ഥാന അതിർത്തികളോട് മലനാടാണ് കേട്ടോ. ഇനി നമ്മുടെ മലനാടിനെ കുറിച്ചിട്ട് എന്താ നോക്കണം, ഇടനാട് എന്താ നോക്കണം, തീരപ്രദേശം എന്താ നോക്കണം. മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെട്ടതുമായ
ഭൂപ്രകൃതി വിഭാഗമാണ്. ഉയർന്ന തോതിൽ മഴ പ്രീവിയസ് ചോദ്യമാണ് ലഭിക്കുന്നത്. പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. മലനാട്ടിൽ നിന്നാണ് എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് അല്ലെ. ആ 44-ത്തെയാണ് 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും ബാക്കി 3 കിഴക്കോട്ട് ഒഴുകുന്നതും അല്ലെ. ഏതൊക്കെയാ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നത്? കബനി, ഭവാനി, പാമ്പാറ് അല്ലെ. ഇതെന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇടനാട് നോക്കാം. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? ഇടനാടിലാണ് അല്ലെ. അപ്പോ നോക്കിക്കേ, തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം. കേരളത്തിന്റെ ഭൂപടം നോക്കാം. അതിൽ ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം കേട്ടോ. ഇനി മലനാട്ടിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, ഇടനാട്ടിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇന്ത്യയുടെ ഭൂപടം നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇനി തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? തീരപ്രദേശമുള്ള ജില്ലകള്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അങ്ങനെ എത്ര എണ്ണമാണ്? 14 ജില്ലകളില് 9 ജില്ലകളില് കടൽ തീരമുണ്ട്, 5 ജില്ലകളില് കടൽ തീരം ഇല്ല. അപ്പൊ തീരപ്രദേശമുള്ള ജില്ലകളാണ് തിരുവനന്തപുരം, വരുന്ന 2 അല്ലേ, തിരുവനന്തപുരവും തൃശ്ശൂരും. പിന്നെയോ വരുന്നത് ഏതൊക്കെയാ? കൊല്ലം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് അല്ലെ. കോട്ടയം ഇല്ല. പിന്നെ എറണാകുളം, മലപ്പുറം. 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതാണ്? അതായത് മലനാടും ഇടനാടും തീരപ്രദേശങ്ങളും 3 ഉൾപ്പെടുന്ന ജില്ലകൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആകും. അതൊന്ന് ശ്രദ്ധിക്കണം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ആണ് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ. കാരണം ഇപ്പൊ തീരപ്രദേശമുള്ള ജില്ലകൾ, പാലക്കാട് ജില്ല എന്താ? തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ്. അപ്പൊ നമുക്ക് എന്താണ്? 3 ഭൂപ്രകൃതി വിഭാഗത്തിൽ ഏത് വരില്ല? തീരപ്രദേശം വരില്ല, പാലക്കാട്. അപ്പൊ നമുക്ക് അറിയാം പാലക്കാട് വരില്ല. കോട്ടയത്തില് ജില്ലയില്ല. കോട്ടയത്തിൽ എന്തില്ല? തീരപ്രദേശമില്ല. മനസ്സിലായില്ലേ? ഇടുക്കി തീരപ്രദേശമില്ല. അപ്പൊ അതിൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ 3 വരുന്നത് എഴുതാൻ പറ്റില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? വയനാടില്ല. അപ്പൊ അതൊക്കെ എന്താണ്? 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടാത്ത ജില്ലയിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും കാണപ്പെടുന്ന ജില്ല. കേരളത്തിലെ 2 പ്രധാന മഴക്കാലങ്ങൾ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയും അല്ലെ. തെക്കു പടിഞ്ഞാറൻ അഥവാ കാലവർഷം അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം പ്രീവിയസ് ചോദ്യമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? പ്രീവിയസ് ചോദ്യമാണ്, കാലവർഷം എന്നാണ്. അതേപോലെ ചോദിച്ചിട്ടുണ്ട് തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏത് മഴയാണെന്ന്. അത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് അല്ലെ. ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബർ വരെ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബർ കാലങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതലായിട്ട് കിട്ടുന്നത് നമ്മുടെ കേരളത്തിലാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കൂടുതലായിട്ട് കിട്ടുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇവിടെയുണ്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ്. എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? ലെസണിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ മണ്ണ് എന്ന് പറയാറുണ്ട് അല്ലെ. എങ്ങനെ ഈ സോയിൽ രൂപപ്പെടും? പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ചിലപ്പോൾ ചോദ്യം വരാം, മണ്ണ് രൂപപ്പെടുന്നതിൽ താഴെ പറയുന്നതിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെങ്കിലും തെറ്റാതെ ചോദിക്കുമ്പോൾ തെറ്റാൻ പാടില്ല. പാറ പൊടിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? മണ്ണായി മാറുന്നത്. അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് പിന്നീട് മണ്ണായിട്ട് രൂപപ്പെടുക. ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥയും പാറയുടെ ഘടനയും കാലപ്പഴക്കങ്ങളും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സൂക്ഷ്മജീവികളുടെയും ഒക്കെ പ്രവർത്തനം ഒക്കെ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സാധാരണ മണ്ണുകൾ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾ പറയും അങ്ങനെ മണ്ണാണ് പറയില്ലേ. പക്ഷെ 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വിരലില് ഇതാക്കാൻ
രൂപപ്പെടാനേ ഉള്ളൂ ഇല്ലേ? ആ 1 ഇഞ്ച് കനം മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷം വേണമെന്നാ പറയുന്നത്? 1000-ലധികം വർഷങ്ങൾ കഴിഞ്ഞാലാണ് ആകെ 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്നത്? പ്രീവിയസ് ചോദ്യമാണ്. ചെങ്കൽ മണ്ണ് അല്ലെ, ഏറ്റവും കൂടുതൽ മണ്ണ് ചെങ്കൽ മണ്ണാണ്, അതായത് ലാറ്ററൈറ്റ് സോയിൽ അല്ലെ. ലാറ്ററൈറ്റ് സോയിൽ കൂടുതൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ. അത് പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ചെങ്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ ലാറ്ററൈറ്റ് സോയിൽ തെറ്റാൻ പാടില്ല. ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് ചെങ്കൽ മണ്ണാണ്. അതുപോലെ ഓണാട്ടുകര മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ്, പീറ്റുമണ്ണ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ്. അപ്പൊ ഏതൊക്കെ മണ്ണിനങ്ങളുണ്ട്? ചെങ്കൽ മണ്ണ്, അതായത് ലാറ്ററൈറ്റ് സോയില്, ഓണാട്ടുകര മണ്ണ്, ചെമ്മണ്ണ്, അതേപോലെ എക്കൽ മണ്ണ് അല്ലെ, അലൂവിയൽ സോയില്, വനമണ്ണ് ഫോറസ്റ്റ് സോയില്, കറുത്ത മണ്ണ് ബ്ലാക്ക് സോയില്, പീറ്റ് സോയില്. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിക്കേ, കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകൾ നോക്കാം. ഇതിലെ ഓരോ മണ്ണിനങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് പഠിക്കാം. അടുത്തത് ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ, ലാറ്ററൈറ്റ് സോയിലിനെ കുറിച്ചിട്ട്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ്, ഇത് പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്, അതായത് ലാറ്ററൈറ്റ് സോയിലാണ്. നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ല ഗുണമാണ് കൂടുതലുള്ളത്. കുമ്മായം ചേർത്ത് കൃഷി ചെയ്യണം അല്ലെ, അതായത് അതിന്റെ pH, അതായത് ഈ അമ്ലഗുണം എന്ന് പറയുമ്പോൾ അതിന് ആസിഡ് സ്വഭാവമായിരിക്കും എന്താ ഉള്ളത്. ആസിഡ് സ്വഭാവങ്ങളാകുമ്പോൾ ഒരു ചെടി എന്താണ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും, അതിന് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. അപ്പൊ ആസിഡ് സ്വഭാവം കുറച്ചിട്ട് നമ്മൾ അതിന്റെ pH എന്ത് ചെയ്യണം? pH 7 കൂടുതലാക്കണം അല്ലെ. 7 കുറവാണ് ആസിഡിന്റെ സ്വഭാവം, 7 കൂടുതലാക്കണം അല്ലെ. എന്നിട്ട് 7 കൂടുതലാക്കണമെങ്കിൽ അതിൽ എന്ത് ചേർക്കണം? കുമ്മായം ചേർക്കണം. എന്ത് ചെയ്യണം? മണ്ണിൽ കുമ്മായം ചേർത്തിട്ട് അതിന്റെ അമ്ല സ്വഭാവം കുറയ്ക്കണം. എന്നിട്ട് മനസ്സിലായോ? എന്നിട്ട് അതേപോലെ നോക്കിക്കേ, തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമാണ് ഏത്? ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓണാട്ടുകര മണ്ണ്. ചാരനിറത്തിലുള്ളതും ജൈവാംശം കുറവുള്ളതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം അല്ലെ. അതാണ് ഓണാട്ടുകര മണ്ണിന്. ഇനി ചെമ്മണ്ണിനെ കുറിച്ച് നോക്കാം. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ചോദ്യം വരും. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യം വരും ചെമ്മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര പ്രദേശത്താണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ അല്ലെ എന്നൊക്കെ പറയാറില്ലേ. ഇരുമ്പിന്റെ അംശം കൂടുതൽ ഉള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. അടുത്തത് എക്കൽ മണ്ണ് അല്ലെ. നമുക്കറിയാം എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നെൽകൃഷിക്ക് അനുയോജ്യമാണ് അല്ലെ. നദീതീരങ്ങളിൽ കാണപ്പെടുന്ന വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂർ കൂടുതലാണ്. വേമ്പനാട്ട് കായലിന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണാം. നല്ല ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണിൽ നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. ഇനി അടുത്തത് വനമണ്ണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% വനമണ്ണാണ് കേട്ടോ. 100-ൽ 25% ഏതാണ്? ഏറ്റവും കൂടുതൽ വനമണ്ണാണ് കേട്ടോ. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വനങ്ങൾ വെട്ടിമുറിക്കുമ്പോൾ എന്താകും? ആ കുത്തനെ നിൽക്കുന്ന ആ മണ്ണ് മുഴുവൻ വെള്ളത്തിലൂടെ ഒലിച്ച് പോകും. അപ്പൊ കറുത്ത മണ്ണ് നോക്കിക്കേ, പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ്, അതായത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഭാഗത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തില് ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ നാളെ ഇവിടെ ഒരു ചോദ്യം വരും. ചെമ്മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്നു. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. ഇനി അടുത്തത് പീറ്റ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിന് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. അപ്പൊ കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അല്ലെ, കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്കാണെങ്കിൽ പീറ്റ് മണ്ണ്. പരുത്തി കൃഷിക്ക്
പരുത്തി കൃഷിക്കാണെങ്കിൽ ഏതാണ്? അത് കറുത്ത മണ്ണാണ്. അതുപോലെ റബ്ബർ കൃഷിക്ക് ഏറ്റവും കൂടുതൽ മണ്ണ് ഏതാണ്? ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ ആണ്. നെല്ലിന് ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ്. അതേപോലെ പിന്നെ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിലാണ്. എന്നാൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട് ചിറ്റൂര് താലൂക്കിൽ മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി ഇവിടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മണ്ണിന്റെ ഓരോരോ സവിശേഷതകളാണ് തന്നിരിക്കുന്നത്. അമിതമായ രാസവളങ്ങൾ ഉപയോഗിച്ചും കീടനാശിനികളും ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഫലപുഷ്ടി പോകും. മണ്ണിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാലും എന്ത് ചെയ്യും? അവിടെ മണ്ണിന്റെ ഫലപുഷ്ടി പോകും. അശാസ്ത്രീയമായിട്ട് ഖനന പ്രവർത്തനങ്ങൾ നടത്തിയാലും അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയാലും വനനശീകരണം ചെയ്താലും തുടർച്ചയായ കൃഷികളും കുന്നുകൾ ഇടിക്കലും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാലും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. നെക്സ്റ്റ് വൺ ഇവിടെ കൊടുത്തത് ഒന്നും കൂടി നോക്കുക കേട്ടോ. കേരളത്തിന്റെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം ഇത് വരും പ്രീവിയസ് ചോദ്യങ്ങളായിട്ട്. ഇനി അത് മാറും. ഇത് വന്നിട്ടില്ല ഇതുവരെ. ഈ ചോദ്യം വരും. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇത് വരും. നദീതീരങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനും പ്രീവിയസ് ചോദ്യമാണ്. നെൽകൃഷിക്ക് ഏറ്റവും നല്ലത് അത് എക്കൽ മണ്ണാണ്. പഠിക്കണം. ഇത് ചോദ്യം വരും. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% ഏത് മണ്ണാണ് എന്ന് ചോദിച്ചാൽ അത് വനമണ്ണാണ്. പഠിക്കണം. മനസ്സിലായോ? കറുത്ത മണ്ണ് പ്രീവിയസ് ചോദ്യമാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. അതുപോലെ നിലക്കടല നിലക്കടല ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ. പീറ്റ് മണ്ണ് ചതുപ്പ് പ്രദേശങ്ങളിൽ. അതേപോലെ കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് പീറ്റ് മണ്ണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മണ്ണ് സംരക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? കണ്ടൽക്കാടുകൾ അല്ലെ? കണ്ടൽക്കാടുകള്, അതുപോലെ കയർ ഭൂവസ്ത്രം, കല്ലുകയ്യാല, തട്ടുകൃഷി, പുലിമുട്ട് നിർമ്മാണം, വനവൽക്കരണം, വിളപരിവൃത്തി, തടയണ നിർമ്മാണം, ഇതൊക്കെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകളുണ്ട്, നീരുറവുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, തണ്ണീർത്തടങ്ങൾ. ഇനി കേരളത്തിലെ നദികളെ കിഴക്കോട്ടൊഴുകുന്നവ, പടിഞ്ഞാറോട്ടൊഴുകുന്നവ എന്നിങ്ങനെ തരംതിരിക്കുമ്പോൾ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാറ് കേട്ടോ. കബനി, ഭവാനി, പാമ്പാറ്. കബനി നദി എവിടെയാണ്? വയനാടാണ് അല്ലെ? കബനി നദി വയനാടാണ്. ഭവാനി എവിടെയാണ്? പാലക്കാടാണ്. പാമ്പാറ് ഇടുക്കി. ഓക്കെ. അപ്പോ കബനി, ഭവാനി, പാമ്പാറ് കേട്ടോ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് ഉദാഹരണങ്ങളാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടി, കടലുണ്ടിപ്പുഴ, അച്ചൻകോവിലാർ, കല്ലട, മൂവാറ്റുപുഴ, വളപട്ടണം, ചന്ദ്രഗിരിപ്പുഴ, മണിമലയാറ്, വാമനപുരം നദി, കുപ്പം നദി, കുറ്റ്യാടിപ്പുഴ, കരമന നദി, അതുപോലെ ഷിറിയ നദി. ഇതൊക്കെ എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഇവിടെ നോക്കാം. കരിയങ്കോട് നദി, ഇത്തിക്കരയാറ്, നെയ്യാറ്, മയ്യഴിപ്പുഴ, കീച്ചേരിപ്പുഴ, പെരുമ്പ, ഉപ്പള, കരുവന്നൂര്, അഞ്ചരക്കണ്ടിപ്പുഴ, തിരൂർപ്പുഴ, നീലേശ്വരം, പള്ളിക്കൽപ്പുഴ, കല്ലായിപ്പുഴ, കോരപ്പുഴ, മൊഗ്രാൽപ്പുഴ, കവായിപ്പുഴ, താണിക്കുടംപുഴ, തലശ്ശേരിപ്പുഴ, മാമമ്പുഴ, ചിത്താരിപ്പുഴ, രാമപുരംപുഴ, അയിരൂർപ്പുഴ, മഞ്ചേശ്വരം പുഴ. ഇതൊക്കെ എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന 3 നന്നായിട്ട് പഠിച്ചു വെക്കുക. കബനി, ഭവാനി, പമ്പ. ഏറ്റവും വലിയ കിഴക്കോട്ട് പോകുന്ന ഏറ്റവും വലിയ നദിയും ഏതാണ്? കബനിയാണ് കേട്ടോ. ഇനി ജലസംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജലം സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? മഴക്കുഴി നിർമ്മിക്കാം, തടയിണ ഇടാം, പുതയിട ഇടാം, തട്ടുകളാക്കിയിട്ടുള്ള ചെരിഞ്ഞ ഭൂമി ആക്കിയിട്ട് ഇതാക്കുക, തടമെടുക്കാം, മഴവെള്ള സംഭരണി, കയ്യാലകൾ കെട്ടുക, മഴവെള്ളം കിണറുകളിലേക്ക് ഒഴുകിവിടുക, സിൽപോളിൻ ജലസംഭരണി. ഇനി ജലാശയങ്ങൾ മലിനമാകുന്നത് എങ്ങനെയാണ്? എങ്ങനെ ജലാശയങ്ങൾ മലിനമാകുക? അതിലെല്ലാ മനുഷ്യന്മാരും അതിൽ പങ്കാളികളാവും അല്ലെ? എന്നിട്ട് എന്ത് പറയും? ജലാശയങ്ങളൊന്നും വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനോട് പറയും അല്ലെ? ജനങ്ങളല്ലേ അത്, നമ്മളല്ലേ വൃത്തിയാക്കിയാലല്ലേ അത് വൃത്തിയായി കിടക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ്? പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് എറിയുന്നതും മത്സ്യമാംസ വിപണികളിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, ഫാക്ടറികളിൽ നിന്ന് മാലിന്യം തള്ളുന്നു, മലിനജലം ഒഴുക്കിവിടുന്നതിലൂടെ കൃഷിയിടങ്ങളിലെ കീടനാശിനി തളിക്കൽ, ഇതൊക്കെ എന്താണ്? ജലാശയങ്ങൾ മലിനമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി
അതേപോലെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഓരോരോ പദ്ധതികൾ ഇവിടെ നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ, ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടെയാണ്? ഹരിത കേരളം മിഷന്റേതാണ് കേട്ടോ. ഹരിത കേരളം മിഷന്റേതാണ്. പുഴകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഹരിത കേരള മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ. അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റേതാണ് മാലിന്യമുക്തം നവകേരളം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തന്നെയാണ് തെളിനീരൊഴുകും നവകേരളം. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെയാണ് ജൽജീവൻ മിഷൻ. ഓക്കെ, ചോദ്യമാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കഴിഞ്ഞ 2025 ലാസ്റ്റ് ഒരു എക്സാമിന്റെ ചോദ്യമാണ് കേട്ടോ. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടെയാണ്? ഹരിത കേരള മിഷന്റേതാണ് കേട്ടോ. മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റേതാണ്. ജൽജീവൻ മിഷന്റേതാണ് കേന്ദ്ര സർക്കാരിന്റേതാണ് കേട്ടോ. ഇനി മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ്. എപ്പോഴും ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നും ഉണ്ടാകും. നന്നായി പഠിക്കുക കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് മലനാടിനെ കുറിച്ച് ആദ്യം പഠിക്കുക, പിന്നീട് ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയിലം, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുയോജ്യമാണ്. അപ്പൊ മലനാട്ടിൽ ചെയ്യുന്ന കൃഷി വിളകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ തേയില, ഏലം, കാപ്പി, കുരുമുളക്. ഇനി ഇടനാട്, ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിന്റെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇപ്പൊ ചോദ്യം വരാറുണ്ട്, റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് ഇടനാട്ടിലാണ്. ഇനി തീരപ്രദേശം അല്ലെ. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. അത് എന്തുകൊണ്ടാണ്? ലാറ്ററൈറ്റ് സോയിലിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതായത് ചെങ്കൽ മണ്ണിന്റെ സാന്നിധ്യം കൊണ്ടാണ്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഒരു പ്രദേശത്തെ കാർഷിക സമൃദ്ധി ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം? നന്നായിട്ട് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ അനുകൂലമായിട്ട് ഭൂപ്രകൃതി കിട്ടണം, വളക്കൂറുള്ള മണ്ണ് കിട്ടണം, നല്ല കാലാവസ്ഥയായിരിക്കണം, ജലസേചന സൗകര്യം ഉണ്ടായിരിക്കണം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതുപോലെ മഴ, ഇതൊക്കെ എന്താണ്? സമൃദ്ധമായ കൃഷിക്ക് അനുയോജ്യമായതാണ്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ഏറെ ബന്ധമുള്ളവയാണ് അല്ലെ. വിളവെടുപ്പ് ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? വിളവെടുപ്പും വിളവിറക്കലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ വിളവെടുപ്പ് ഉത്സവങ്ങൾ എഴുതാൻ പറയുമ്പോൾ ഓണം, വിഷു, പൊങ്കൽ, നിറപുത്തരി, ഇതൊക്കെ എന്താണ്? വിളവെടുപ്പ് ഉത്സവങ്ങൾക്ക് ഉദാഹരണം ആണ്. കേരളത്തിലെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് ഏതാണ്? വള്ളംകളിയും കാളപൂട്ട് കേട്ടോ. കേരളത്തിലെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് വള്ളംകളി, കാളപൂട്ട്. ഏതൊക്കെ തൊഴിലുകളാണ് നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത് ചോദിച്ചാൽ കൃഷിയുണ്ട്, മീൻപിടുത്തമുണ്ട്, കോഴി വളർത്തല്, താറാവ് വളർത്തല്, കന്നുകാലി വളർത്തല്, തേൻ ശേഖരണം, റബ്ബർ ടാപ്പിംഗ്, കയർ വ്യവസായം, ഇതൊക്കെ ഓരോരോ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നവയാണ്. അതേപോലെ ഇവിടെ നോക്കുക, ഭൂപ്രകൃതി വിഭാഗം തൊഴിൽ തന്നിട്ടുണ്ട്. മലനാട്ടില് എന്താണ്? തേയില, റബ്ബർ അല്ലെ. മലനാട്ടിലാണ് തേയില, റബ്ബർ ഒക്കെ കാണപ്പെടുന്നത്. അതുപോലെ ഇടനാട്ടിൽ എന്തുണ്ട്? റബ്ബർ, മൺപാത്ര നിർമ്മാണം, നെൽകൃഷിയൊക്കെ ഇടനാട്ടില്. തീരപ്രദേശത്ത് മീൻപിടുത്തം, നെൽകൃഷി, തൊണ്ടുകല്ലൽ, ഇതൊക്കെ തീരപ്രദേശങ്ങളിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മള് ആ ലെസൺ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.